ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മള് ചെയ്യുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. സീ ഷെൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തില് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് ട്ടോ. അപ്പൊ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. നമ്മളതിന്റെ പുറത്ത് സ്റ്റിക്കറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതെല്ലാം ഇളക്കി കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ്. ഇനി അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഗോൾഡ് മെറ്റാലിക് അക്രിലിക് പെയിന്റ് ആണ്. അപ്പോൾ ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു അക്രിലിക് പെയിന്റ് അടിക്കാനായിട്ട്. അതിന് പകരം സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടും നമുക്ക് ബോട്ടിലിൽ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും വൺ ടൈം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല കളർ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം 2ഓ 3ഓ പ്രാവശ്യം നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ ചെയ്യാം. അപ്പം നല്ല ഡാർക്ക് കളറിൽ ആ ഒരു ഗോൾഡ് പെയിന്റ് ആയിട്ട് കിട്ടും. ഇതുണ്ടോ, വൺ ടൈം ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ച് കുറച്ച് നമ്മൾ സ്പഞ്ചും കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് പോലെ കാണാൻ പറ്റും. അതേസമയം ഒരു 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്തു. അത് ഒരുപാട് ചെയ്യുമൊന്നും വേണ്ട. ഉണങ്ങുന്ന അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നല്ല കളർ കിട്ടും. അപ്പോൾ ആ പെയിന്റ് ഉണങ്ങി കിട്ടിയതിന് ശേഷം അങ്ങോട്ടേക്ക് ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് സീ ഷെൽസ് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അത് വെക്കുന്നത് നമ്മളൊരു ഫ്ലവർ ഷേപ്പാണ് ഈ ബോട്ടിലിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 4-5 ഷെൽസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടുമല്ലോ. അപ്പം നമ്മളുടെ കയ്യിലിപ്പം ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള സീ ഷെൽസ് ഉണ്ടെങ്കിൽ ഒരുവിധം ഒരേ ഷേപ്പിലുള്ളതിനെ ചേർത്ത് നമുക്കൊരു സെറ്റ് ഒരു ഫ്ലവർ ആക്കാം. പിന്നെ അതുപോലെ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞത് വെച്ചിട്ട് അടുത്ത ഫ്ലവർ ആക്കാം. പിന്നെ പെറ്റൽസിന്റെ എണ്ണം ഒക്കെ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ഇപ്പം ഒന്നെങ്കിൽ 4-5 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സാണ് ഞാനിവിടെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ കഴിഞ്ഞിട്ട് രണ്ടാമത്തേലേക്ക് പോയപ്പോഴത്തേനും കുറച്ചും കൂടെ ഷെൽസിന്റെ വലിപ്പം കുറച്ചും കൂടെ ചെറുതായിട്ടുള്ളതാണ് എടുത്തത്. പിന്നെ നമ്മൾ ഈ ബോട്ടിലിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഈ ഷെൽസ് വെച്ച് കൊടുക്കുമല്ലേ, അങ്ങനെ വെക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് ഗ്ലൂ നല്ല ചൂടായതിനു ശേഷം മാത്രമേ ഉള്ളൂ ഈ ഷെൽസ് വെച്ച് കൊടുക്കാവുള്ളൂ. അത്രയ്ക്ക് ചൂടില്ലാതെ വെക്കുന്നതെങ്കിൽ ഷെൽസ് പെട്ടെന്ന് തന്നെ അടർന്നങ്ങ് താഴേക്ക് വീഴും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബോട്ടിലിന്റെ ചുറ്റിനും പല വലുപ്പത്തിലുള്ള ഷെൽസ് ചേർത്ത് വെച്ചിട്ട് പൂക്കൾ ആക്കി എടുത്തിട്ടുണ്ട്. അതവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് സ്റ്റെമ്മ് വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ തന്നെ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ചാക്കുനൂലില്ലേ, ആ ഒരു ജൂട്ട് ത്രെഡ് അത് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ ജൂട്ട് ത്രെഡ് ഒന്ന് അതിൻ്റെ വലിപ്പം നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആ ഹോട്ട് ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ജൂട്ട് ത്രെഡ് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതോടെ ഫിക്സ് ആയിട്ടിരുന്നോളും. അതും ഇതുപോലെ തന്നെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ, ഹോട്ട് ഗ്ലൂവിൻ്റെ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ അതിന് മുൻപ് തന്നെ ഇതങ്ങ് ഫിക്സ് ചെയ്യണം. അത്രയേ ഉള്ളൂ ഇതിനകത്ത് കെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സിനും സ്റ്റെം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫ്ലവേഴ്സിന്റെ നടുക്കെല്ലാം തന്നെ ചെറിയൊരു മുട്ട് പോലെ കാണുമല്ലോ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ചെറിയൊരു ബോൾ പോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും ആ പൂക്കളുടെയൊക്കെ നടുവിൽ കാണുന്ന, ഇപ്പം നമ്മുടെ ഈ സൺഫ്ലവറിൻ്റെ ഒക്കെ നടുവിൽ കാണുന്ന ആ ഒരു ഭാഗയില്ലേ, അപ്പം അതുപോലെ വരും ചെറിയൊരു വലുപ്പത്തിൽ. എന്നിട്ട് അതും ഇതേപോലെ തന്നെ നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഒട്ടിക്കോളും. അപ്പോൾ അതിന് മുന്നേ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ കാണുമല്ലോ. അപ്പം അതെന്തെങ്കിലും പെൻസിലോ അങ്ങനെ എന്തെങ്കിലും നിബുള്ള ഭാഗം കൊണ്ട് അവിടെയും ആ ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് സ്പൈക്കി ആയിട്ടുള്ള സാധനം കൊണ്ട് കുത്തിയാൽ ആ ഒരു ടെക്സ്ചർ വരും. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിനും വേണ്ടിയിട്ട് അതിൻ്റെ നടുവിൽ വെക്കാനുള്ള ആ ഒരു മുട്ടും നമ്മൾ എയർ ഡ്രൈ ക്ലേ കൊണ്ട് ഇതുപോലെ ആക്കിയെടുത്തു. എന്നിട്ട് അതിനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി കുത്തി കൊടുത്തു കഴിഞ്ഞപ്പം ആ സ്ട്രക്ചറും ഫോമായി. അതിനെ ഹോട്ട് ഗ്ലൂ ഗൺ കൊണ്ടിട്ട് അവിടെ എല്ലാത്തിലും ഒട്ടിച്ചും കൊടുക്കാം. അപ്പോൾ ഞാൻ ആ സ്റ്റെമ്മിന് എല്ലാത്തിനും ഗ്രീൻ കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവേഴ്സിന്റെ പെറ്റൽസിന് കളർ കൊടുക്കണം.
അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഒരു റെഡിന്റെ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ്ലി അത് റെഡും അല്ല എന്നാലും ഓറഞ്ചും അല്ല, അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ വൺ കോട്ടിങ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡാർക്ക് കളർ കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി കോട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. ഈ ഷെല്ലിന്റെ മുകളിൽ അടിക്കുമ്പോഴത്തേക്കിനും ഈ കളർ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങും കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം അടിച്ച് ഒരു റൗണ്ട് ആയി വരുമ്പോൾ തന്നെ അത് ഉണങ്ങിയിട്ടുണ്ടാവും ആദ്യം അടിച്ചതൊക്കെ. അപ്പം അങ്ങോട്ടേക്ക് ഒന്നും കൂടെ കളർ ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഷെല്ലിന് വൈറ്റ് കളർ ആണല്ലോ, അതുകൊണ്ടാണ് ആ ഒരു ഒറ്റ തവണ അടിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വൈറ്റ് കാണാനായിട്ട് പറ്റും അതിന്റെ ഉള്ളിലേക്കൊക്കെ. അപ്പം ആ ഭാഗമൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു ഷെയ്ഡും കൂടെ കൊടുത്താൽ നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാനിത് അകത്ത് മാത്രമല്ല, ജസ്റ്റ് ഇതിന്റെ ഈ ഷെൽസിന്റെ വെളിയിലത്തെ ഭാഗത്തും കൂടെ അടിക്കുന്നുണ്ട്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ നോക്കുമ്പോഴത്തേനും നമുക്ക് വൈറ്റ് കളർ കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അതിന്റെ പുറം ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ടല്ലോ, അപ്പം അവിടെയും കൂടെ കുറച്ച് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ആ പെറ്റൽസിന് എല്ലാത്തിനും കളർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് വേണം. അപ്പോൾ ലീവ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ അതിന്റെ മുട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആയിരുന്നില്ലേ. അപ്പം ആ എയർ ഡ്രൈ ക്ലേ തന്നെയാണ് നമ്മൾ ലീവ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരത്തുക. നല്ല അത്യാവശ്യം തിന്നായിട്ട് കിട്ടുന്ന പോലെ. ഈ ഇലയ്ക്ക് ഇപ്പം ഒരുപാട് കട്ടിയൊന്നും വേണ്ടല്ലോ. അപ്പം അത് നമ്മളുടെ കയ്യിലുള്ള പെൻസിലോ എന്തെങ്കിലും റോളർ വെച്ചിട്ട് ഒന്ന് പരത്തി കഴിഞ്ഞാൽ നല്ല തിന്നായിട്ട് കിട്ടും. ഇങ്ങനെ തിന്നായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പെൻസിലും കൊണ്ട് ഞാൻ അങ്ങനെ കേട്ടോ ചെയ്തേക്കുന്നത്. പെൻസിലും കൊണ്ട് ഒരു ഇലയുടെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി അങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഞ്ഞ് ഇല കിട്ടുവാണെങ്കിൽ ആ ഇല ജസ്റ്റ് എയർ ഡ്രൈ ക്ലേയുടെ മുകളിൽ വെച്ചിട്ട് ആ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ അതുപോലെ ആ എയർ ഡ്രൈ ക്ലേക്കകത്ത് കുറച്ച് ഇലകൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് എടുക്കുന്നത്. ആ വൈറ്റ് ഗ്ലൂ എടുത്തിട്ട് ജസ്റ്റ് ആ ഇലയിലേക്ക് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ബോട്ടിലിൽ പ്രസ് ചെയ്താൽ തന്നെ ഇതങ്ങ് ഫിക്സ് ആയിക്കോളും. അപ്പോൾ അതേപോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ ഇലയും ഈ സ്റ്റെമ്മിന്റെ പല ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയ്ക്ക് കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡാർക്ക് ഗ്രീൻ കളറാണ് ഉള്ളത്. അപ്പം നമ്മൾ ഈ സ്റ്റെമ്മിന് അടിച്ചേക്കുന്ന കളറില്ലേ, ആ കളറേ ഉള്ളൂ. അപ്പം അത് കാരണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു യെല്ലോയും കൂടെ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറിലെ ഗ്രീൻ കിട്ടാനായിട്ട് നമ്മളിവിടെ ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇലയ്ക്ക് കിട്ടുന്നത്. എല്ലാ ഇലയ്ക്കും ഇതേപോലെ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇല ഇരിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയ ഭാഗം ഉണ്ടല്ലോ, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അവിടെയും ആ സൈഡിലും കൂടി വളരെ കെയർഫുള്ളി ചെയ്താലും മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും തിന്നായിട്ടുള്ള ബ്രഷ് എടുത്താലും മതി. അപ്പം അധികം സ്പ്രെഡ് ആവാതെ നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ആ പൂവിന്റെ നടുക്കൊരു മുട്ട് പോലത്തെ ഭാഗം ഉണ്ടായിരുന്നില്ലേ, അപ്പം അവിടേക്കും കൂടെ കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് യെല്ലോയും പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ബ്രൗണിന്റെ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്ത ആ ഒരു കളറ് ഞാൻ ഈ എല്ലാ പൂവിൻ്റെയും സെൻറ്ററിലുള്ള ആ ഒരു ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അത്രയും അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് പെയിന്റ് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ഈ പെറ്റൽസ് ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ആ പെയിന്റും കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസമൊന്നും വരത്തില്ല, ചെറുതായിട്ട് മാത്രം ആ ഒരു കളർ ഉണ്ടല്ലോ, ഒരു റെഡിന്റെ ഷെയ്ഡ് വന്നേക്കുന്നതിന് അറ്റത്ത് മാത്രമാണ് നമ്മൾ ഈ കളർ ചെയ്യുന്നത്. അപ്പം അതങ്ങനെ അങ്ങ് അറിയത്തുമില്ല, പക്ഷെ ചെറുതായിട്ടൊരു ഫ്ലവറിനൊരു ഷെയ്ഡ് കിട്ടിയതുപോലെ ആകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മൾ മൊട്ടിൽ അടിച്ചു കൊടുത്തിരുന്ന ആ കളർ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ പൂവിൻ്റെ മൊട്ടിൽ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് ആ ബ്രഷിന്റെ ബാക്കിലത്തെ ഭാഗം കൊണ്ട് ചെറുതായിട്ടൊന്ന് മുട്ടിച്ചിട്ട് അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും പൊട്ട് പോലെ വരും. നമ്മൾ ഓൾറെഡി നേരത്തെ അത് ഉണ്ടാക്കിയ സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ടെക്സ്ചർ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിലേക്ക് തന്നെ ആ ഒരു പെയിന്റ് ഇടുന്നത് പോലെ ആവത്തുള്ളൂ. അപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോഴത്തേനും ശരിക്കും ആ ഒരു ഫ്ലവറിന്റെ മുട്ട് പോലെ തന്നെ തോന്നുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് കുറച്ച് വാണിഷും കൂടെ അടിച്ചു കൊടുത്താൽ പരിപാടി കഴിയും. അപ്പോൾ ഈ വാണിഷ് അടിക്കുമ്പോഴത്തേക്കിനും ഈ മൊത്തത്തിൽ ബോട്ടിലിനും അതിൻ്റെ പെറ്റൽസിനും എല്ലാത്തിനും നല്ലൊരു ഗ്ലോസി ഇഫക്റ്റ് കിട്ടും കേട്ടോ. ഇത്രയും നേരം ഒരു മാറ്റ് ഇഫക്റ്റ് ആയിട്ടായിരുന്നെങ്കിലും വാണിഷ് അടിക്കുമ്പോഴത്തേനും നമുക്കത് കുറേ നാൾ സേവ് ചെയ്യാനായിട്ടും നല്ലതാണ്. അതേപോലെ തന്നെ ഒരു തിളക്കവും കൂടെ കിട്ടും. ഇത് പെട്ടെന്ന് കണ്ടാൽ സീഷൽസ് ആണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. ഞാൻ ഇതിന്റെ പിക്ചർ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എയർ ഡ്രൈ ക്ലേ കൊണ്ടാണോ യൂസ് ചെയ്തേക്കുന്നത്, അതാണോ ഉണ്ടാക്കിയേക്കുന്നത് ആദ്യം ചോദിച്ചത്. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോഴത്തേനും സീഷൽസ് ആണെന്ന് പറയത്തേ ഇല്ല. നമ്മളതിൻ്റെ ലുക്കൊക്കെ ആകെ മൊത്തം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കല്ലേ.
ഇന്നത്തെ സീഷൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലായിട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അതിന്റെ കൂടെയുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.